അസ്സലാമലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ബീഫ് അച്ചാർ. പിന്നെ കുറച്ച് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായാലും ഈ ഒരു ബീഫ് അച്ചാർ പറ്റും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അതിനായിട്ടിപ്പോൾ ഞാനിപ്പോൾ ബീഫ് ഇപ്പോൾ കഴുകി വെള്ളം ഊറ്റാൻ വെച്ചതായിരുന്നു. ഒരു 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളിതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് സ്ക്വയറിലായിട്ടൊക്കെയുള്ള കഷ്ണങ്ങളായിട്ട് ചെറിയ പീസാക്കിയിട്ട് കറിക്കുള്ളതിനേക്കാളും ചെറിയ പീസാക്കിയിട്ട് മുറിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളകും പൊടിയാണ് 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഒന്നല്ല, എരിവുള്ളത് തന്നെയാണ്. വലിയ സ്പൂണിനാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കെന്തോന്ന് കുക്കറിലിട്ട് കൊടുക്കാം. ഇതേ കുക്കറിലിട്ടിട്ടുണ്ട്. 1/2 കിലോ ബീഫാണ്. നമുക്കിനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഒരു 2 വിസിലടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് 2 വിസിലടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ബീഫൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാനിലേക്ക് ഇതേ ഒരു കപ്പോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടത്, വെളിച്ചെണ്ണ. നിങ്ങളിപ്പോൾ ഇതൊരു 1 മാസത്തിൽ കൂടുതൽ എന്താ പറയുക അച്ചാർ സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലെണ്ണയിൽ എല്ലാതും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുത്ത ബീഫാണ്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ബീഫ് പൊരിച്ചെടുത്തതിന് ശേഷമാണ് അച്ചാറിടുന്നത്. 40% നമ്മളിപ്പോൾ വേവിച്ചെടുത്ത ബീഫാണ് ഇത്. അതാണ് നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നത്. 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. ഒന്നാകെ ഇട്ടാൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടൂല. അതുകൊണ്ട് 2 ട്രിപ്പാക്കി എടുക്കാം. ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ബീഫിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറിപ്പോയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുത്താൽ മതി. നന്നായിട്ട് മുരിഞ്ഞിട്ട് പോവേണ്ട. കുറച്ച് നമ്മളിത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചൊന്ന് സോഫ്റ്റ് ഉണ്ടാവും ഉള്ളിൽ. അതുപോലെ ആവുമ്പോൾ നമുക്കിത് ഇതിങ്ങനെ ഒന്ന് കോരിയെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. 2 ട്രിപ്പും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. നല്ലെണ്ണയിൽ പൊരിച്ചെടുക്കുന്നത്, നല്ലെണ്ണയിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടാനായിട്ട്. എല്ലാം നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനൊക്കെ വെക്കാൻ പറ്റുന്ന അച്ചാറായിരിക്കും അത്. ഇപ്പം നന്നായിട്ട് അത് പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയൊക്കെ നന്നായിട്ട് ഞാൻ മാറ്റിയിട്ട് ആ എണ്ണയിലുള്ള എന്താ പറയുക പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ എണ്ണ വീണ്ടും ഇതിലേക്ക് തന്നെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് ഇഞ്ചി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് ഇഞ്ചിയും 1/2 കപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം, ഗോൾഡൻ ബ്രൗൺ ആക്കണം. അതിലേക്ക് ഇപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഇട്ട് കൊടുക്കാം മുറിച്ചത്. എല്ലാം നിങ്ങൾ പച്ചമുളകും ഞാൻ ഇതുപോലെ തന്നെ ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്ന മുളകുണ്ടല്ലോ, ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ സൈസിലുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 6 മുളക് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും 6 ഉണക്കമുളകാണ് ഇട്ടെടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരും എല്ലാതും. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എല്ലാതും. ഇപ്പോൾ ഒരു 9 മിനിറ്റോളം ഞാൻ എടുത്തു ഇതൊന്ന് വാട്ടിയെടുക്കാനായിട്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവുള്ളൂ. നമുക്കിനി പൊടികൾ ഇട്ടെടുക്കാം. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2.5 സ്പൂണോളം
മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. കാശ്മീരി ചില്ലിയാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ കായാണിത്, സാമ്പാർ കായം, അതൊരു കഷ്ണം, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണമാണ് സാമ്പാർ കായ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് സാമ്പാർ കായ ഇല്ല, അതുപോലെ കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലതും കൂടി ഈ എണ്ണയിൽ കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഈ ഒരു പൊരിച്ചെടുത്ത 1/2 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ബീഫിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും കൂടുതലാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ അളവ്, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൂടുതൽ എടുത്താൽ മതി, ഇൻഗ്രീഡിയൻസ് എല്ലതും. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സുർക്കയാണ് വേണ്ടിയത്, വിനാഗിരി. അതൊരു 1 കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട്. 250 ml 1 കപ്പ് വിനാഗിരിയാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഞാനതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.25 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സുർക്കയിൽ കിടന്നിട്ട് ഈ ഒരു ബീഫ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും ഈ ഒരു ബീഫ്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചപ്പോൾ കുറച്ചൊന്ന് വറ്റി, ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ടൈം വന്ന് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഈ ഒരു അച്ചാർ നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് മൂടി വെക്കാം, നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഡേ ആയിട്ടുണ്ട്, ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട്. നല്ല അടിപൊളി മണമാണ്, ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മണമാണ്. ആ ബീഫും ആ അച്ചാറും എല്ലാതും കൂടി നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വെള്ളമൊന്നും ഇല്ല, അതൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ലൊരു അച്ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ ഗൾഫിലേക്ക് കൊടുത്തു വിടാനൊക്കെ ആയാലും പറ്റിയ നല്ല അടിപൊളി ബെസ്റ്റ് അച്ചാറാണ്. അപ്പോൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നല്ല എണ്ണയിൽ ഉണ്ടാക്കുക, വെളിച്ചെണ്ണയിലല്ല. അച്ചാർ നല്ല കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെള്ളമൊക്കെ തുടച്ചിട്ട് നല്ല വൃത്തിയായിട്ടുള്ള കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് വെക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.